ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നൈജിലാണ്. UK വന്നിട്ട് ഇപ്പോൾ 1.5 വർഷമായി. അപ്പോൾ ഈ 1.5 വർഷത്തിനിടയ്ക്ക് ആകെ പോയേക്കണ ലണ്ടനിലാണ്. കുറേ നാളായി പ്ലാൻ ചെയ്യണം വേറെ ഏതെങ്കിലും കൺട്രിയിലോട്ട് ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഫൈനലി എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ പോണ സ്ഥലം നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പുള്ളിക്ക് ശിഷ്ടകാലം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോണത്. കാടും മലയും അതേപോലെ ബീച്ചസും കടലുകളും ഒക്കെ നിറഞ്ഞൊരു സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ പേര് മോണ്ടിനെഗ്രോ. അപ്പോൾ ഇതൊരു 5 days ട്രിപ്പാണ്. നമ്മൾ ഹോട്ടൽ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ നമ്മുടെ ലഗേജ് ബോക്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്തിട്ടുണ്ട്. പാക്കിംഗ് ഫുള്ള് കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് വാരിപ്പെറുക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകണത് അത് നിങ്ങളെയൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. കൊണ്ടുപോകണത് ഈ 2 ബാഗാണ്. ഒരു ക്യാബിൻ ബാഗും ഉണ്ട്, പിന്നെ ഒരു ചെറിയ ബാക്ക് പാക്കും ഉണ്ട്, പിന്നെ വൈഫ് ഒരു ചെറിയ ഹാൻഡ് ബാഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ പോകുന്ന എയർലൈൻസിൻ്റെ ഗൈഡ് ലൈൻസ് ബാഗേജ് പോളിസി നോക്കിയിട്ട് വേണം നമ്മൾ ബാഗ് സെലക്ട് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ വിസെയറിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റിയ ഡയമെൻഷനിലുള്ളൊരു ബാക്ക് പാക്ക് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. ടെമോ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് ഈ ഒരു ലഗേജ് ബാഗാണ്. ഇത് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതാണ്. കാരണം നമ്മുടെ ക്യാമറ അതേപോലെ മറ്റുള്ള കേബിൾസ് വേറെ കുറേ കാര്യങ്ങൾ നമ്മളിതിൽ അതേപോലെ ലാപ്ടോപ്പൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബാക്ക് പാക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ എക്സ്ട്രാ ഡ്രസ്സ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നമ്മൾ ഈ ഒരു ലഗേജ് ബോക്സ് യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ലഗേജൊക്കെ കൊണ്ടുപോകാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ബാഗേജും കൂടി ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു ബാക്ക് പാക്ക് മാത്രം മതിയാവും. 2 ആൾക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ 2 ബാക്ക് പാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് പോയിട്ട് വരാം. എന്തൊക്കെയാണ് നമ്മൾ ബാക്ക് പാക്കിൽ പാക്ക് ചെയ്തേക്കണമെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. നമ്മൾ മെയിനായിട്ട് കൊണ്ടുപോകണത് നമ്മുടെ ലാപ്ടോപ്പ് എടുക്കുന്നുണ്ട്, മാക്ബുക്ക്. പിന്നെ സൺഗ്ലാസ് എടുക്കുന്നുണ്ട്. അവിടെ കൂടുതൽ സൺ എക്സ്പോഷറൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സൺഗ്ലാസ് നിർബന്ധമായിട്ട് കൊണ്ടുപോകാം. അതേപോലെ കൊണ്ടുപോകേണ്ട വേറൊരു കാര്യം, സൺസ്ക്രീൻ എന്തായാലും എടുക്കുക. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന ഈ ഒരു ഇത് മൈക്കിൻ്റെ പൗച്ചാണ്. ഞാനിപ്പോൾ എൻ്റെ ചെസ്റ്റിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് Insta360 എയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൈക്കാണ്. നമുക്കിതേപോലെ ഒരു പെഡൻ്റൊക്കെ ഉണ്ട്, നമുക്ക് മാഗ്നറ്റാണ്. അപ്പോൾ ഇതേപോലെ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഒരു എക്സ്ട്രാ റിസീവറും കൂടി ഉണ്ട് ഈ മൈക്കിൻ്റെ. അപ്പോൾ ഇൻ കേസ് ഇതിൻ്റെ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേറെ ഇത് Insta360 Ace 2 Pro എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമറയാണ്. അപ്പം നമ്മുടെ മോണ്ടിനെഗ്രോ ഫുള്ള് വ്ളോഗ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ക്യാമറയിലായിരിക്കും. പിന്നെ വേറൊരു ക്യാമറയും കൂടി ഉണ്ട്. ഇത് Insta360 തന്നെ X5 എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറയാണ്. നമുക്ക് 360 ഷോട്ട്സുകളൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട്. പിന്നെന്താ ഉള്ളത്, പിന്നെ നമ്മുടെ ഗിംബലുണ്ട്. നമ്മൾ മൊബൈലിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാനായിട്ടൊരു ഗിംബലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറ, Insta360 Ace Pro 2 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇത് വെച്ചിട്ട് നമുക്ക് 8K 30 frames/second വരെ ഫുൾ റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ ഒപ്പം എക്സ്ട്രാ 2 ബാറ്ററിയും കൂടി ഉണ്ട്. ടോട്ടൽ 3 ബാറ്ററി ഉണ്ട്. ഒരെണ്ണം ക്യാമറയുടെ ഒപ്പം വരുന്നതാണ്. പിന്നെ എക്സ്ട്രാ 2 ബാറ്ററിയും കൂടി ഉണ്ട്. പിന്നെ ഈ ക്യാമറയുടെ ബാഗ് എക്സ്ട്രാ നമ്മൾ അക്സസറി ആയിട്ട് മേടിക്കുന്നതാണ്. ക്യാമറ മേടിക്കുമ്പോൾ നമുക്കിത് കിട്ടില്ല. ഇത് ഞാൻ ടെമോന്ന് മേടിച്ചതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ കയ്യിലുള്ളത് Insta360 തന്നെ X5 എന്ന് പറഞ്ഞ മോഡൽ ക്യാമറയാണ്. ഇതൊരു 360 മോഡൽ ക്യാമറയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് 8K 30 frames/second വരെ മാക്സിമം റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒപ്പം പിന്നെ വേറെ വരുന്നത് ഒരു വൈപ്പിംഗ് ക്ലോത്ത് ഉണ്ട്. ഈ ബാഗ് ഇതിൻ്റെ ഒപ്പം ഫ്രീ വരുന്നതാണ്. പിന്നെ ഞാനൊരു എക്സ്ട്രാ ഒരു ലെൻസ് ഗാർഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
ഇത് ടെമൂന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈക്കിൻ്റെ പൗച്ചാണ്. ഇത് മൈക്ക് മേടിക്കുമ്പോൾ നമുക്ക് ഫ്രീ കിട്ടുന്ന പൗച്ചാണ്. ഇതിൻ്റെ ഉള്ളിൽ ട്രാൻസ്മിറ്റർ, പിന്നെ മേത്ത് ക്ലിപ്പ് ചെയ്യുന്നൊരു ക്ലിപ്പുണ്ട്, പിന്നെ വിൻഷീൽഡ്, അതിൻ്റെ ചാർജിങ് ബേസ്, പിന്നെ ഒരു മാഗ്നറ്റ്, അതിൻ്റെ അക്സസറീസാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇത് നല്ലൊരു ബാഗാണ്, നമുക്ക് ഫ്രീ കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളതൊരു ഗിംബലാണ്, Insta360യുടെ തന്നെ Flow 2 Pro എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗിംബലാണ്. ഇത് ആക്ച്വലി ഗ്രേ കളർ ഗിംബലാണ്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇതൊരു വൈറ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് ഗ്രേ കളറാണ്. ഇത് ഒരുപാടധികം AI ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു ഗിംബലാണ്. നമ്മൾ മൊബൈലിലൊക്കെയാണ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഗിംബലുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒപ്പം നമുക്ക് വരുന്നത് ഒരു ചാർജിങ് കേബിൾ ഉണ്ട് ഗിംബൽ ചാർജ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് നമുക്ക് ഈ ആക്ച്വലി ഗിംബൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പവർ ബാങ്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് ഇവിടെ ഒരു ഒരു പോർട്ടുണ്ട്. ഈ പോർട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് നല്ല ഗിംബലാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇതാണ് വോൾക്കാനോ. ഇതൊരു സൺഗ്ലാസ് ആണ്. ഞാൻ ദുബായിലുണ്ടായിരുന്ന ടൈമിൽ മേടിച്ചതാണ്. അധികം യൂസൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഒപ്പം അത് ക്ലീൻ ചെയ്യുന്നൊരു ലിക്വിഡാണ്. ഇതാണ് സൺഗ്ലാസ്. എൻ്റെ ബാക്ക് പാക്കിൽ ഞാനൊരു ആക്ഷൻ ക്യാമറ മൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ തെമൂന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്യാബിൻ ബാഗേജ്. അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ബാഗാണ്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ മേടിച്ചതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എല്ലാം വലിച്ചു വരി ഇട്ടേക്കാണ്, ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. പോണതിന് മുമ്പ് എന്തായാലും അറേഞ്ച് ചെയ്യണം. ഇത് നമ്മുടെ ഒരു ട്രൈപ്പോഡാണ്. ഞാൻ ഓപ്പണാക്കി കാണിച്ചു തരാം. ഇത് ബീച്ചിലൊക്കെ ഇടാൻ പറ്റിയ ഷൂസാണ്. 2 പെയർ മേടിച്ചിട്ടുണ്ട്, ഒന്ന് എനിക്കും ഒന്ന് വൈഫിനും. പിന്നെ ഇതൊക്കെ ഡ്രസ്സുകളാണ്, എൻ്റെയും വൈഫിൻ്റെയും. ഇതിൽ കൂടുതൽ ഡ്രസ്സുകൾ നമ്മൾ മേടിച്ചത് ഷീനിൽ നിന്നും തെമൂന്നൊക്കെയാണ്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. പിന്നെ ഇത് Insta360യുടെ ഒപ്പം ഫ്രീ കിട്ടിയതാണ്. മുഖത്തിടുന്ന ഒരു മാസ്ക് ടൈപ്പ് സാധനമാണ്. ഇതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് Insta360യുടെ തന്നെ X5-ന് യൂസ് ചെയ്യുന്നൊരു എക്സ്റ്റെൻഡഡ് സെൽഫി സ്റ്റിക്കാണ്. പിന്നെ ഇതൊരു ഹാറ്റാണ്. പിന്നെ വൈഫിൻ്റെ കുറേ ഡ്രസ്സുകളുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാം. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മോണ്ടിനഗർ വ്ളോഗായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും